ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. ശ്രീ എൻ ശ്രീകുമാർ, ഈ പദ്ധതികൾ എന്ന് പറയുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം, പദ്ധതിക്ക് തുടക്കമിട്ടതിന് ശേഷം അതിൻ്റെ ഒരു തുടർച്ചയിലൂടെ കൊണ്ടുപോയി സാഫല്യത്തിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ഒരു ദീർഘമായ കാലയളവുണ്ട്. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ശ്രീ അഹമ്മദ് ദേവർകോവിൽ പടിയിറങ്ങിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിന് തുടക്കമിട്ടതാര്, അതിലൂടെ കടന്നു പോയതാര്, വെല്ലുവിളികൾ നേരിട്ടതാര് എന്നിങ്ങനെ ഒരുപാട് വാഗ്വാദങ്ങൾ നമ്മൾ ഈ കാലയളവിൽ കണ്ടതാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം സാധ്യമാക്കി മുഖം മിനുക്കുന്ന ഒരു ഘട്ടത്തിലാണോ പിണറായി സർക്കാർ ഇപ്പോൾ നിൽക്കുന്നത്? ശ്രീ എൻ ശ്രീകുമാർ. ശ്രീമതി സുജയ, ശ്രീ അഹമ്മദ് ദേവർകോവിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലാളിത്യം ഇവിടെ പ്രകടമാക്കിയത് മാത്രമേ ഉള്ളൂ. നമുക്ക് വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിലൊക്കെ നമുക്കറിയാം അത് ആര് കൊണ്ടുവന്ന പദ്ധതിയാണ്. അന്ന് ഇടതുമുന്നണിയുടെ നേതാവായിരുന്ന പിണറായി വിജയൻ എന്താണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞതെന്നൊക്കെ നമുക്കറിയാം. അതൊന്നും ഇവിടെ ചർച്ചാ വിഷയമാക്കുന്നില്ല. പക്ഷേ നവകേരള സദസ്സ് സമാപിച്ചതിൻ്റെ പിറ്റേന്ന് രാവിലെ 2 മന്ത്രിമാരോട് രാജിവെക്കാൻ ആവശ്യപ്പെടുക, അത് ഇടതുമുന്നണിയുടെ ധാരണ പ്രകാരമാണെന്ന് പറയുക, ഇതൊന്നും നമ്മുടെ കേരളം കണ്ടുപരിചയിച്ചിട്ടുള്ളതല്ല. ഒരു മന്ത്രിസഭാ യോഗം ചേർന്ന് ഈ 2 മന്ത്രിമാർ അതിൽ പങ്കെടുത്ത് നവകേരള സദസ്സിൻ്റെ വിജയമോ പരാജയമോ എന്തെങ്കിലുമൊക്കെ വിലയിരുത്തി അവർക്കൊരു നന്ദി പറഞ്ഞിട്ട് വേണ്ടേ അവരുടെ രാജി സ്വീകരിക്കാൻ അവരെ പറഞ്ഞു വിടാനായിട്ട്. ഇവരിന്ന് രാജിവെക്കേണ്ട കാര്യം തിരിക്കുന്നു. നവംബറിലാണ് ശരിക്കും ഇവിടെ രാജിവെക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ രാജിവെക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നവകേരള സദസ്സ് കഴിയാൻ കാത്തിരിക്കുകയായിരുന്നോ ഇവരെ മാറ്റാനായിട്ട്? അപ്പോൾ അതൊരു ശരിക്കും മര്യാദകേടാണ്. അതൊരു മുന്നണി മര്യാദ എന്ന് പറയുന്നത് മുന്നണി മര്യാദ അനുസരിച്ചിട്ടാണ് ഘടകകക്ഷികളെ മന്ത്രിമാരെ മാറ്റുന്നത്. അത് ഏത് മുന്നണിയും ചെയ്യാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതൊരു മര്യാദയില്ലേ, ഒരു രാഷ്ട്രീയ മര്യാദയില്ലേ? ആ രാഷ്ട്രീയ മര്യാദ അഹമ്മദ് ദേവർകോവിൽ ഇന്ന് രാവിലെ പറയുന്നു ഞാൻ രാജി കൊടുത്തു, ആന്റണി രാജു പറയുന്നു ഞാൻ രാജി കൊടുത്തു. ഈ രാജി കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി അവർക്ക് ഒരു ഉചിതമായ യാത്രയെ 36 ദിവസം 136 മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിക്കൊപ്പം നടന്ന 2 മന്ത്രിമാരല്ലേ? അപ്പോൾ അതിലൊരു 2 വകുപ്പും 2 രീതിയിലാണെങ്കിൽ പോലും ഈ മന്ത്രിസഭയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ബസ്സിൽ യാത്ര ചെയ്തവർ പോകുമ്പോൾ പിറ്റേന്ന് 2 പേരെ മാറ്റുക, എന്നിട്ട് 2 പേരോടെ പുതിയ മന്ത്രിമാരാക്കാൻ തീരുമാനിക്കുക. LDF ഇന്ന് 11 മണിക്ക് കൺവീനർ പത്രസമ്മേളനം നടത്തിയ ഒരു കാര്യം പറയുക. എന്തിന് ആരും യോഗമൊന്നും ചേരണ്ടേ? ഇവിടെയാണ് KB ഗണേഷ് കുമാർ പണ്ട് പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മയിൽ വരുന്നത്. ഒരു കൂടിയാലോചന നടക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് KB ഗണേഷ് കുമാർ പറഞ്ഞു. ആ ഗണേഷ് കുമാർ ഇന്ന് മന്ത്രിയാകാൻ പോകണം. അത് വേറൊരു രസമാണത്. നവകേരള സദസ്സ് പരാജയപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം മന്ത്രിമാർക്കല്ലല്ലോ. ആ 2 മന്ത്രിമാരെ പെട്ടെന്ന് മാറ്റുമ്പോൾ ജനമെന്താ തീരുമാനിക്കുക? ഈ 2 മന്ത്രിമാരെ നവകേരള സദസ്സിൽ ഈ 2 മന്ത്രിമാരും കൂടെ ഇത്രയും കാലം നടന്നിട്ട് അവർക്ക് ഉചിതമായൊരു യാത്രയപ്പ് നൽകാനോ അവർക്കൊരു നന്ദി പറയാനോ ശ്രമിക്കാതെ അവരെ മാറ്റിയിട്ട് വേറെ 2 പേരെ ആക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 2 മന്ത്രിമാർ ചെയ്ത കാര്യങ്ങളെ ഒന്ന് വിലയിരുത്താനുള്ള അവസരമെങ്കിലും കൊടുക്കായിരുന്നില്ലേ ഒരു മന്ത്രിസഭാ യോഗത്തിൽ? ശ്രീ അഹമ്മദ് ദേവർകോവിൽ ഇരിക്കുമ്പോഴാണല്ലോ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടന സമയത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നു എന്നുള്ളതല്ലാതെ ഇടതുമുന്നണി ഗവൺമെൻറ്റിന് ആ പദ്ധതിയിൽ ഉണ്ടായിരുന്നത് അവസാന കാലഘട്ടത്തിലെ തീർപ്പാണ്. അത് ഏതൊരു മന്ത്രിസഭയും ഒരു തുടർ മന്ത്രിസഭ ആയതുകൊണ്ട്, ഭരണ സംവിധാനം തുടർ സംവിധാനമായതുകൊണ്ട് അതിലെല്ലാവരും പങ്കാളിത്തം വയ്ക്കുക. അതിൽ തെറ്റൊന്നുമില്ല. രാഷ്ട്രീയമായിട്ട് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇടതുമുന്നണിയിലെ ചില തീരുമാനങ്ങളെക്കുറിച്ചാണ്. ആ തീരുമാനങ്ങൾ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ആ തീരുമാനങ്ങളിൽ INLൻ്റെ മന്ത്രി രാജപ്പള്ളി രാമചന്ദ്രന് കൊടുക്കുന്നു കോൺഗ്രസ്. അതിൽ ശക്തമായ പാർട്ടി ഇവിടെ നിൽക്കുകയല്ലേ, MP ശ്രേയസ് കുമാറിൻ്റെ പാർട്ടി. എന്തുകൊണ്ടാണ് അവിടുത്തെ ഒരു MLA മോഹനെ മന്ത്രിയാക്കാത്തത്? അപ്പോൾ ആരാണ് തീരുമാനിക്കുന്നത്? ഒറ്റയാളുള്ളൊരു പാർട്ടിക്ക് മന്ത്രിസ്ഥാനം കൊടുത്തുവെന്ന് ശ്രീ അഹമ്മദ് ദേവർകോവിൽ പറയുമ്പോൾ എന്തുകൊണ്ട് RJDയെ മാറ്റി നിർത്തുന്നു? RJD LJD ലയിച്ചൊന്നായ ശേഷമുള്ളവരുടെ ശക്തി എല്ലാ ജില്ലകളിലും ഇല്ലേ? അതെങ്കിലും കണക്കാക്കണ്ടേ? അപ്പോൾ ഇത് ആര് തീരുമാനിക്കുന്നു? പിന്നെ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ചില കോടതി നടപടികളുണ്ട്. ഇതൊക്കെ നിൽക്കുകയാണ്. അതൊക്കെ അവിടെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഒരു മാന്യമായ ഒരു യാത്രയെ ഈ മന്ത്രിമാർക്ക് കൊടുക്കാതിരുന്ന മോശമായി പോയി തന്നെയാണ് പൊതുജനങ്ങൾ വിലയിരുത്തുക. അത് രാഷ്ട്രീയമായും വിലയിരുത്തുക. അങ്ങനെ തന്നെയാണ് ചരിത്രത്തിൽ നവകേരള സദസ്സ് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് 2 മന്ത്രിമാർ കൊഴിഞ്ഞുപോയി എന്നാരെങ്കിലും രേഖപ്പെടുത്തിയാൽ അവരെ കുറ്റം പറയാനും പറ്റില്ല.